ചൈനയെ നമുക്ക് ഒരു കാലത്ത് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. പക്ഷേ 7 വർഷങ്ങൾക്ക് ശേഷം നരേന്ദ്രമോദി ചൈനയിലെത്തി. ഇപ്പോൾ ഇവിടെ നടന്നത് ലോകം മുഴുവൻ ഉറ്റുനോക്കി. എന്തുകൊണ്ടാണ് ചൈന നമ്മളോട് ഇത്ര പെട്ടെന്നൊരു അടുപ്പം ഉണ്ടാക്കിയത്? അങ്ങയുടെ ചോദ്യത്തിനകത്ത് 1-2 തിരുത്തലുകളും വേണ്ടിവരും. ഒന്നാമത്, നരേന്ദ്രമോദി ചൈനയിൽ എത്തിയതല്ല. ചൈനയുടെ ആവശ്യപ്രകാരം ചൈന താല്പര്യമെടുത്ത് പ്രത്യേകം ക്ഷണിച്ചിട്ടാണ് പോയത്. 7 വർഷത്തിനിടയ്ക്ക് പോകാതിരുന്നതും ചൈനയുടെ കയ്യിലിരിപ്പ് കാരണമാണ്. ഇത് ചൈന പക്ഷത്ത് നിന്ന് ചിന്തിക്കുന്ന കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസ്സുകാരും ഒന്നും ചർച്ച ചെയ്യാത്ത വിഷയമാണ്. ഇന്ന് ദേശാഭിമാനിക്കകത്തൊരു ഡോക്ടർ ജോസഫ് ആന്റണി അല്ലെ എന്താ ഡോക്ടർ ജോസഫ് ആ ആർട്ടിക്കിളിൽ പോലും പറയുന്നത് 7 വർഷം പോകാതിരുന്നത് എന്തോ ഭാരതത്തിന്റെ വീഴ്ച കൊണ്ടാണെന്നാണ്. ഇതിനിടയ്ക്കുണ്ടായ സംഭവങ്ങൾ ഓർക്കണം. അല്പം നമുക്ക് പുറകോട്ട് പോകാം. സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ എന്നും ഭാരതത്തിൽ എങ്ങനെങ്കിലും ഭാരതത്തിന്റെ ഒരു പിടി മണ്ണെങ്കിലും കയ്യിലെടുക്കാൻ വേണ്ടി ഭാരതത്തിന് അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾക്ക് 62 ആക്രമണമാണെങ്കിലും ഭാരതത്തിനുള്ളിലെ നക്സലൈറ്റുകളെയും മാവോയിസ്റ്റുകളെയും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും CPM-നെയും CPI-യെയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഭാരതത്തിൽ കരുത്തുള്ള ഭരണാധികാരി ആരാണെങ്കിലും, അത് ഇന്ദിരാഗാന്ധി ആണെങ്കിലും വാജ്പേയി ആണെങ്കിലും, ഞാൻ ആവർത്തിക്കുന്നു, ഇന്ദിരാഗാന്ധി ആണെങ്കിലും വാജ്പേയി ആണെങ്കിലും നരേന്ദ്രമോദി ആണെങ്കിലും ഭാരതത്തിന്റെ കരുത്തുള്ള ഭരണാധികാരികളെ വെല്ലുവിളിക്കാൻ ഉള്ള രാജ്യവിരുദ്ധത സ്വന്തമാക്കിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പരിവാറിനെ ഉപയോഗിച്ചുകൊണ്ടാണെങ്കിലും നിരന്തരം ചൈന നിരവധി ശ്രമങ്ങൾ നടത്തി. ഏറ്റവും അവസാനം സംഭവിച്ചത് കോവിഡിന് വേണ്ടിയുള്ള അവരുടെ വുഹാൻ ലാബില് അവർ തയ്യാറാക്കിയെടുത്ത ബയോളജിക്കൽ വെപ്പൺ, ജൈവായുധം, അതുപയോഗിച്ചുകൊണ്ട് ലോകം പിടിച്ചെടുക്കാൻ ശ്രമിച്ചു നോക്കി. അവസാനം ഉണ്ടാക്കിയ ബോംബ് വീട്ടിലിരുന്ന് പൊട്ടുന്ന പോലെയുള്ള അവസ്ഥ അവർക്ക് തന്നെ ഉണ്ടായി. അതിലേക്ക് വിശദമായിട്ട് പോകുന്നില്ല. അതിനിടയ്ക്കാണ് ലോകം കോവിഡ് മഹാമാരിയിൽ ലോകവും സ്വാഭാവികമായിട്ട് ഭാരതവും നിന്ന കാലത്താണ് ആ കിഴക്കൻ ലഡാക്കിലേക്ക് കടന്നു വന്ന ആക്രമണത്തിന് തയ്യാറായത്. അങ്ങനെ ഒരു രാജ്യം, അങ്ങനെ പല കാര്യങ്ങളും അവസാനം ഇപ്പൊ കണ്ടതാണ്. പഹൽഗാം ആക്രമണത്തിന് ശേഷം, പഹൽഗാം ഭീകര ആക്രമണത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂറിന് അർത്ഥം കൊടുത്തു, പണം കൊടുത്തു, ആയുധം കൊടുത്തു, ആളെയും കൊടുത്തു, സാറ്റലൈറ്റ് വഴിയുള്ള ഇന്റലിജൻസ് കളക്ഷന് സഹായവും ചെയ്തു കൊടുത്തു. ഇതെല്ലാം ചെയ്തിട്ട് ചൈനക്കാരായി പാകിസ്ഥാനിൽ പെട്ടുപോയ ആളുകളെ അഫ്ഗാനിസ്ഥാൻ വഴി ഒളിച്ചു കടത്തേണ്ട സാഹചര്യം ഉണ്ടായി. ചൈനയുടെ ആയുധങ്ങൾ നിഷ്പ്രഭമായി. പാകിസ്ഥാൻ എന്ന സാറ്റലൈറ്റ് രാജ്യത്തിന്റെ സഹായത്തോടു കൂടി പോലും ഭാരതത്തിനെതിരെ ഒരു കടന്നാക്രമണത്തിലുള്ള സ്കോപ്പ് തൽക്കാലം ഇല്ലെന്ന് കൃത്യമായി ബോധ്യമായ സാഹചര്യത്തിൽ ചൈന അതിൻ്റെ കോഴ്സ് കറക്ഷൻ, അതിൻ്റെ വഴി തിരുത്തലാണ് ഇപ്പോൾ ചെയ്തത്. അതിനകത്തൊരു പ്രധാന ഘടകം കൂടി ഞാൻ പറയാം. ഇത് തന്നെയാണ് അമേരിക്കയ്ക്ക് സംഭവിച്ചത്. അങ്ങേക്കറിയാം, വേലുത്തമ്പിയുടെ കാലത്ത് ടിപ്പു സുൽത്താനെയും ഫ്രഞ്ചുകാരെയും ഡച്ചുകാരെയും ഒക്കെ പ്രതിരോധിക്കുന്നതിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മദ്രാസിൽ നിന്ന് സഹായം ചെയ്തിരുന്നു. പക്ഷെ ആ സഹായത്തിന്റെ ആവശ്യം പോലും ഇല്ലാതെ തിരുവിതാംകൂറിന് പ്രതിരോധത്തിന്റെ ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കിയെടുത്താണ് അന്ന് ഇംഗ്ലീഷുകാര് ആക്രമണം കഴിഞ്ഞപ്പം നികുതി കൂട്ടി, നികുതിയല്ല അവരുടെ കപ്പം
കപ്പം കൂട്ടിയെടുത്തുകൊണ്ട് തിരുവിതാംകൂറിന്റെ സാമ്പത്തിക ശക്തി തകർക്കാൻ ശ്രമിച്ചത്. ആ ചരിത്രമാണ് ഇവിടെ ആവർത്തിച്ചിരിക്കുന്നത്. ഭാരതത്തിന്റെ വളർന്നു വരുന്ന ഭാരതത്തിന്റെ ശക്തി അപ്രതിരോധ്യമാണെന്ന് മനസ്സിലായ സാഹചര്യത്തിലാണ് അമേരിക്കയ്ക്കും ചൈനയ്ക്കും മാറി ചിന്തിക്കേണ്ടി വന്നത്. അമേരിക്ക ചിന്തിച്ച് നമ്മൾ കണ്ടു. അമേരിക്ക ടാരിഫും മറ്റും കൊണ്ടുവരുന്നു, പാകിസ്ഥാനെ കൂടെ കൂട്ടുന്നു. കാരണം അമേരിക്കൻ ന്യൂക്ലിയർ അസറ്റ്സ് പാകിസ്ഥാനുള്ളത് നഷ്ടപ്പെട്ടിരിക്കുന്നു. ചൈനയ്ക്കും നഷ്ടം സംഭവിച്ചിരിക്കുന്നു. എല്ലാത്തിലും പ്രധാനമായിട്ട് ഒരു കാര്യം ഏറ്റവും അടുത്തായിട്ട് കേട്ടിട്ടുണ്ട്. അതും കൂടെ ഞാനൊന്ന് ആവർത്തിക്കുകയാണ്. സുമിത് പീറ്റർ എന്ന് പറയുന്ന രണതന്ത്ര വിദഗ്ധനാണിത് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പോലും പറഞ്ഞിരിക്കുന്ന ആധികാരിക രേഖകൾ വെച്ചല്ല എന്ന് പറഞ്ഞു. ഈ പ്രധാനപ്പെട്ട ആക്രമണം പാകിസ്ഥാനെതിരെ ഉണ്ടാകുമ്പോൾ സാറ്റലൈറ്റ് ഇമേജ് ഷെയർ ചെയ്ത് പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടി അമേരിക്ക തന്നെ ശ്രമിച്ചു. അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് അവരുടെ അമേരിക്കൻ അസറ്റിനെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു അവിടുത്തെ. കാരണം ഈ ന്യൂക്ലിയർ കാര്യങ്ങൾ കൂടുതൽ അമേരിക്കയുടേതായിരുന്നു. അതിനെ സംരക്ഷിക്കാൻ വേണ്ടി അങ്ങനെ ഇമേജ് ഷെയർ ചെയ്യാൻ ശ്രമിച്ചപ്പം ഭാരതം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് അതിന് തടസ്സം സൃഷ്ടിച്ചു. ഞാൻ വേഗം എന്ന് പറയുകയാണ്. തടസ്സം സൃഷ്ടിച്ചെന്ന് പറയുന്നത് ജാം ചെയ്തൊന്നുമല്ല, അവരുടെ എന്തൊരു ഉപകരണങ്ങൾ നശിപ്പിച്ചിട്ടുമല്ല. അവിടെ ചെയ്തത് വിജയ്നാഥ് സാറിൻ്റെ ഫോട്ടോയ്ക്ക് പകരം എൻ്റെ ഫോട്ടോ കൊടുത്തെന്ന് പറഞ്ഞതുപോലെ അവർക്ക് കൊടുക്കാൻ വേണ്ടി ആ സംവിധാനത്തിൽ കടന്നു കയറി കൊടുത്ത പടവും കാര്യങ്ങളും കൊടുത്ത ഇമേജസ് തെറ്റിച്ചു കൊടുക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ ഭാരതത്തിന് കഴിഞ്ഞിരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുള്ള അത്തരം ഒരു ഓപ്പറേഷൻ ലോകത്ത് ഏതാണ്ട് ആദ്യം സംഭവിച്ചെന്നാണ് പലരും പറയുന്നത്. ഞാൻ ആധികാരികമായി പറയാനുള്ള ആളല്ല. പക്ഷെ ആ തരത്തിൽ പോലും ഭാരതം തിരിച്ചടിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പം അമേരിക്കയ്ക്ക് അത് മനസ്സിലായി. അതുകൊണ്ടാണ് ഇനിയും ഭാരതത്തെ വളരാൻ അനുവദിക്കരുതെന്ന് ട്രംപ് ചിന്തിച്ചത്. അതുപോലെ തന്നെ ചൈനയ്ക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതും കൂടി ഞാൻ പറയാം. ഇപ്പം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അമേരിക്കയും പാകിസ്ഥാനും കൂടെ അടുത്തു. അതെ, 2 തവണ അമേരിക്കൻ സന്ദർശനം. അതിന്റെ ഫലം എന്ന് പറഞ്ഞാൽ ബലൂചിസ്ഥാനിൽ ഉൾപ്പെടെയുള്ള ധാതു സമ്പത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അമേരിക്കയ്ക്ക് കൈയെടുത്താൻ അവസരം കിട്ടാൻ പോകുന്നു. അത് ചൈനയുടെ പല അമേരിക്കയിലുള്ള അസറ്റിനെ, ആ ചൈന പാക് കോറിഡോറിന് ഉൾപ്പെടെയുള്ള അസറ്റിനെ, ഇൻവെസ്റ്റ്മെന്റിനെയും ആൾശേഷിയെയും പ്രതികൂലമായി ബാധിക്കും എന്ന ഭയം ചൈനയ്ക്ക് ഒരു വഴിക്കുണ്ട്. പാകിസ്ഥാൻ അമേരിക്കയോട് ചേർന്നത് ഒരു ചതിവാണെന്ന് ചിന്തിക്കാനുള്ള വിവരം ചൈനയ്ക്കുണ്ടാവില്ലേ? അതുണ്ടായതുകൊണ്ടാകാമല്ലോ ഇപ്പം ചെന്നപ്പോഴും ചൈനയുടെ പ്രധാനമന്ത്രി ചൈന പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിക്ക് കൊടുത്ത പരിഗണന വ്യക്തമാക്കുന്നത് തന്നെയാണ്. മറ്റൊന്ന് ബംഗ്ലാദേശിൽ ഇത് തന്നെ ഉണ്ടായി. അമേരിക്കയും ചൈനയും ബംഗ്ലാദേശിനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അമേരിക്കയും ചൈനയും പാകിസ്ഥാനും കൂടെ ഒന്നിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്, പ്രത്യേകിച്ചും ജോ ബൈഡന്റെ കാലത്ത്. അപ്പം ആ സാഹചര്യത്തിൽ അമേരിക്ക ചൈനയെ പറ്റിച്ചു. ബംഗ്ലാദേശിൽ അവർക്ക് ആ സ്ഥാനം ഉറപ്പിക്കുന്നതിനുള്ള അവസരം ഉണ്ടാക്കി. അതുകൊണ്ട് ബംഗ്ലാദേശിന്റെ കാര്യത്തിലും പാകിസ്ഥാന്റെ കാര്യത്തിലും അമേരിക്കയിൽ നിന്ന് അടികിട്ടിയ ചൈന, അതുപോലെ തന്നെ ചൈനയുടെ തകർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക വളർച്ച തകരുകയാണ് ചൈനയിൽ. ആ സാഹചര്യം എല്ലാം കൂടെ കണക്കിലാക്കുമ്പം യഥാർത്ഥത്തിൽ ചൈനയ്ക്ക് ഭാരതവുമായി ഒരു റാപ്രോച്ച്മെന്റ് ഉണ്ടായേ പറ്റുള്ളായിരുന്നു. പക്ഷെ ചൈനയെ നമുക്ക് വിശ്വസിക്കാം. അത് രണ്ടാമത്തെ കാര്യം. അത് വിശ്വസിക്കരുത്. ദാറ്റ് ട്രസ്റ്റ് ഡെഫിസിറ്റ് ഇറ്റ് ഓൾവേസ് ദെയർ. ട്രസ്റ്റ് ഡെഫിസിറ്റ് എന്നുമുണ്ട്, വിശ്വസിക്കാൻ വയ്യാത്ത പരിവ് എന്നുമുണ്ട്. അതെങ്കിലും ഞാൻ പറഞ്ഞത് ഈ ഒരു സാഹചര്യത്തിലാണ് മാർച്ച് മാസമോ ഏപ്രിലോ രാഷ്ട്രപതി മുർമുവിന് അവിടെ ചൈനയിലെ ഷീ ജിൻപിങ് ഒരു കത്തയച്ചു.
ഇവരെല്ലാം പറയുന്ന ആ കത്ത് എന്തോ പുതിയ ബന്ധത്തിന് തുടക്കുന്ന അല്ല. ആ കത്തിൽ ആവർത്തിച്ചത് കോടിയേരി ബാലകൃഷ്ണൻ കൊണ്ട് പറഞ്ഞതാ. നിങ്ങളെല്ലാം കൂടെ ഒന്നു ചേർന്ന് ഇങ്ങനെ ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങളുടെ കാര്യം ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ താരിഫ് യുദ്ധം ചൈനയ്ക്കെതിരെ വരുന്നത് ചൈനയ്ക്ക് ദോഷമാകുമെന്ന് കണ്ടുകൊണ്ട് അതിന് ഭാരതത്തിൻ്റെയും കൂടെ സഹായം തേടിയുള്ള ഒരു പരിശ്രമമാണ് നടത്തിയത്. അതിനകത്ത് വേറെ ചില സംശയങ്ങളുമുണ്ട്. എന്തിനാണ് രാഷ്ട്രപതി കത്തയച്ചത്? അവിടെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. അടുത്ത് നമ്മൾ കണ്ടു ആ ജഗദീപ് ധങ്കറുടെ രാജിയും മറ്റുമൊക്കെ. ഭാരതത്തിലൊരു ഭരണമാറ്റത്തിന് വേണ്ടി, ഒരു ഭരണ അട്ടിമറിക്ക് വേണ്ടി ചൈനയും പാകിസ്ഥാനും അമേരിക്കയും ഒക്കെ അറിഞ്ഞുകൊണ്ട് രാഹുലിൻ്റെയും MA ബേബിയുടെയും ഒക്കെ രാഷ്ട്രീയ പാർട്ടിക്കാരെ ഒന്നിച്ചു നടത്തിയ ആ പരിശ്രമത്തിന് മുമ്പ് അതിൻ്റെ തുടരുന്ന ആ ഘട്ടത്തിലാണ് രാഷ്ട്രപതിക്ക് ചൈനീസ് പ്രസിഡന്റ് കത്തയച്ചത്. ആ കത്തെന്ന് പറയുന്നത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതൊരു SOS ആയിരുന്നു. ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞ കത്തായിട്ട് തന്നെ മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു വന്നത്, ചൈന ഇപ്പം ഇതിനൊക്കെ വന്നിരിക്കുന്ന ഒരു കാരണവശാലും ലോകത്തെ നന്നാക്കുന്നതിനോ, ഇടയ്ക്ക് ഇന്നത്തെ ദേശാഭിമാനിക്കത്ത് വേറൊരു കാര്യമുണ്ട്. ബ്രിക്സില് ഒരു ഓൾട്ടർനേറ്റീവ് കറൻസി നോക്കിയപ്പോൾ ഭാരതം എതിർത്തുനിന്ന് നാളെ എതിർക്കുന്നു. ആ ഓൾട്ടർനേറ്റീവ് കറൻസി എന്ന് പറയുന്നത് ഒരു പൊതു കറൻസിയോ സംവിധാനമോ ആണെങ്കിൽ സ്വീകാര്യമാണ്. ഇന്ത്യ താമസിപ്പിച്ചു എന്നാണ് പറയുന്നത്. അല്ല, അന്ന് ശ്രമിച്ചത് ചൈനയുടെ കറൻസിയെ കൊണ്ട് US ഡോളറിനെ മാറ്റാനാണ്. US ഡോളറിന് പകരം ചൈനയുടെ കറൻസി, അതിന് പ്രാമുഖ്യം കിട്ടുന്ന ഒരു വ്യവസ്ഥയാണ് ചൈന ആഗ്രഹിച്ചത്. അത് സ്വീകരിക്കാൻ വേണ്ടി ഹിന്ദിയെ ചോദിക്കും, ക്യാ ഭാരത് കോ പാഗൽ കുത്തനെ കാട്ടിലേക്കാ എന്ന് പറഞ്ഞാൽ നമുക്ക് വിവരമില്ല, പേപ്പട്ടി അടിച്ചിട്ടുണ്ടോ? അതൊരു മണ്ടത്തരം സ്വീകരിക്കാൻ വേണ്ടി. അതുകൊണ്ട് ശക്തമായിട്ട് നോ എന്ന് തന്നെ പറഞ്ഞു. നോ എന്ന് പറഞ്ഞിട്ടില്ല. അത് വരുന്നതിനുള്ള സാഹചര്യം ഒരുക്കാൻ ഭാരതം തയ്യാറായിട്ടില്ല. ഇപ്പോൾ സ്വീകാര്യമാണ്. SCOയുടെ പേരിൽ ബാങ്ക് വരുന്നത് സ്വീകാര്യമാണ്. അത് പൊതു സംവിധാനമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ ആവശ്യമുണ്ട്. ഏതായാലും ബഹുധ്രുവ ലോകക്രമത്തിൽ ഭാരതത്തിനും അർഹിക്കുന്ന പങ്കാളിത്തം, സ്വാധീനം കിട്ടാതെയുള്ള ഒരു ഏർപ്പാടിനും ഒരു പുതിയ ലോകക്രമത്തിനും ഭാരതം തലവെച്ചു കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ചൈന ഭാരതത്തോട് കാണിച്ച താല്പര്യം എന്ന് പറയുന്നത്, ഒരു കാര്യം കൂടി ഓർക്കുക, ചൈനയുടെ ഷീ ജിൻപിങ്ങിനെ സംബന്ധിച്ച് എന്തെല്ലാം വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്ഥാനത്തുനിന്ന് മാറ്റാൻ പോലും പാർട്ടി തയ്യാറാവുന്നതാണ്. അതിൻ്റെ തെളിവാണ് ഇന്നലെ അവിടെ ചെന്നപ്പം ഷീ ജിൻപിങ്ങിൻ്റെ നിന്നിൽ നിൽക്കുന്ന മറ്റൊരു പോളിറ്റ് ബ്യൂറോ മെമ്പറുടെ പേര് ഞാൻ മറന്നുപോയി. ആ പേരുകൾ ഓർക്കാൻ പ്രയാസമാണല്ലോ. വേറൊരു പോളിറ്റ് ബ്യൂറോ മെമ്പറും നരേന്ദ്രമോദിയെ വന്ന് കണ്ടു, കൂടിക്കാഴ്ച നടത്തി. അദ്ദേഹം അവിടുത്തെ പോളിറ്റ് ബ്യൂറോയുടെ പ്രധാനപ്പെട്ട പല സമിതികളുടെ അംഗവുമാണ്. ഡിന്നർ കൊടുക്കാനാണ് പ്ലാൻ ചെയ്തത്. ഡിന്നറിന് സമയമില്ലാത്തത് കൊണ്ട് നേരിട്ട് ഒന്ന് കണ്ടു സംസാരിച്ചു. എന്ന് പറഞ്ഞാൽ ചൈനയ്ക്ക് ഭാരതത്തിൻ്റെ പിന്തുണ കൂടിയേ തീരും. അതിനു വേണ്ട ചില കാര്യങ്ങളും അങ്ങോട്ട് പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ഇതിനെ നമ്മൾ പുറമെ പത്രങ്ങളിൽ കാണുന്ന വാർത്തകൾക്കപ്പുറം മാറി വരുന്ന ലോക സാഹചര്യങ്ങളിൽ ട്രംപ് ഉയർത്തുന്ന വിഷയങ്ങൾ ഒരു വഴിക്ക് പച്ചയ്ക്ക് പറഞ്ഞാൽ ടാരിഫ് കൊണ്ടുവന്ന ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങളിലെ വിദേശ വ്യാപാരത്തിലെ ആ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അമേരിക്കയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്, ആ അവസ്ഥ മാറ്റി കുറയ്ക്കാൻ വേണ്ടി ടാരിഫ് നിയന്ത്രണം വഴി അമേരിക്ക ശ്രമിച്ചപ്പം നോൺ ടാരിഫ് ഇൻ്റർവെൻഷനിൽ കൂടെ, ടാരിഫ് അല്ലാത്ത വഴി കൂടെ അങ്ങോട്ടുള്ള കയറ്റുമതിക്കുള്ള അവസരം പൂർണ്ണമായും നിഷേധിക്കുന്ന ഒരു സമീപനമായിരുന്നു ചൈന കാണിച്ചിരുന്നത്. മനസ്സിലായില്ല? അപ്പം അമേരിക്ക എങ്ങനെയാണോ അമേരിക്കയിലേക്കുള്ള ഭാരതത്തിൻ്റെ ഇറക്കുമതിയെ അല്ലെ ഭാരതത്തിൽ നിന്നുള്ള കയറ്റുമതിയെ പരിമിതപ്പെടുത്താൻ ശ്രമിച്ചത്, അതേ രൂപത്തിൽ നിന്ന് ഭാരതത്തിൽ നിന്നുള്ള ചൈനയിലേക്കുള്ള കയറ്റുമതിയെ
ടാരിഫ് ഇതര മാർഗങ്ങളിലൂടെ ഒരു ഏകാധിപത്യ രാജ്യത്തിന് പല വഴിയുണ്ട്. തടസ്സപ്പെടുത്തിയതാ ചൈന. ഈ ചൈനയും അമേരിക്കയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ചൈന ഇപ്പം സ്വന്തം നേട്ടത്തിനു വേണ്ടി ഭാരതം അടുക്കാൻ ശ്രമിച്ചു. അങ്ങ് ചോദിച്ചതിനും ഉത്തരം അവിടെ തന്നെയുണ്ട്. വിശ്വാസവഞ്ചന കാണിച്ച ഒരു രാജ്യത്ത് കൈകാര്യം ചെയ്യുന്നത് ചൈന 950 ടിബറ്റിനെ ആക്രമിച്ചപ്പോൾ തന്നെ അടുത്ത ലക്ഷ്യം ഭാരതമായിരിക്കുമെന്ന് ദിവ്യദൃഷ്ടിയോടുകൂടി എന്ന് പറയാവുന്ന പോലെ പ്രവചിച്ച അരവിന്ദോ മഹർഷിയുടെ വാക്കുകൾ, അങ്ങനെ ഒരു സാധ്യതയുണ്ടെന്ന് പറഞ്ഞ വീര സവർക്കറുടെ വാക്കുകൾ, ആ സാധ്യത എടുത്തു പറഞ്ഞ ചൈനയെ വിശ്വസിക്കാൻ കൊള്ളാത്ത രാജ്യമാണെന്ന് അടിവരയിട്ട് പറഞ്ഞ ഡോക്ടർ ഭീംറാവ് റാംജി അംബേദ്കറുടെ വാക്കുകൾ, ആ സമയത്ത് തന്നെ ചൈന കടന്നുകയറ്റത്തിൻ്റെ സാമ്രാജ്യത്വത്തിൻ്റെ താല്പര്യത്തിലാണ് വരുന്നതെന്നും സൂക്ഷിക്കണമെന്നും നെഹ്റുവിനോട് പോലും പറഞ്ഞ ശ്രീ ഗുരുജി ഗോൾവൽക്കറുടെ വാക്കുകൾ, അതൊന്നും നരേന്ദ്രമോദി പഠിക്കില്ല എന്നും അതിൻ്റെയൊക്കെ പിന്നാലെ ഉണ്ടായ അനുഭവങ്ങൾ മോദി സ്മരിക്കില്ല എന്നും ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവരാണ് മണ്ടന്മാർ. ചൈനയുടെ തളവെന്നും അടവെന്നും ആ ടെസ്റ്റ് ഡെഫിസിറ്റിന് വഴിയൊരുക്കിയ ചൈനയുടെ അടവൊന്നും ഇന്നത്തെ ഭാരതത്തിലും നാളത്തെ ഭാരതത്തിലും നടക്കാൻ പോകുന്നില്ല. എന്തായാലും കുറച്ച് കാലത്തേക്കെങ്കിലും, ഒരു 10 വർഷത്തേക്ക് ഇല്ല 5 വർഷത്തേക്കെങ്കിലും കടന്നാക്രമണത്തിൽ നിന്ന് ചൈന മാറി നിൽക്കുകയാണെങ്കിൽ അത് കൊള്ളാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.